എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഉത്രാടമാണ്. ഉത്രാട ദിന ആശംസകൾ എല്ലാവർക്കും. ഇന്ന് നമ്മള് ഒരിടത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് തലേന്ന് ആ ഒരു പ്ലാനിങ് ഉണ്ടോന്ന് വെച്ചാൽ തലേന്ന് രാത്രി വളരെ പെട്ടെന്ന് പുറപ്പെട്ടൊരു പ്ലാൻ ആയിരുന്നു. വെൽ സ്പെൻഡഡ് എന്ന് പറയാം. അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ ബ്ലെസ്ഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഉത്രാടത്തിനൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്നത് ആദ്യമായിട്ടാണ്. അത് കാരണം നമുക്ക് എല്ലാവർക്കും അതിന്റെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ അപ്പൊ ഞാൻ പറഞ്ഞ രാത്രിയിലാണ്, പൂരാടത്തിന്റെ രാത്രിയിലാണ് ഈ ഒരു പ്ലാൻ വന്നത്. അതിന് മുമ്പ് വൈകിട്ട് തന്നെ അമ്മ പിറ്റേ ദിവസത്തേക്കുള്ള അപ്പവും കടലയൊക്കെ ഇട്ട് അപ്പത്തിന്റെ മാവും കടലയെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാവ് വേസ്റ്റ് ആയി പോകുമല്ലോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, വേസ്റ്റ് ആവണ്ട. അപ്പൊ അമ്മ ഒരു ഐഡിയ പറഞ്ഞു, നമുക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അപ്പമൊക്കെ ചുട്ടു കാസ്ട്രോളിലാക്കി അതൊക്കെ കൊണ്ടുപോയി. അമ്മ അവിടെ കടലക്കറി ഉണ്ടാക്കി കേട്ടോ. ഇത് രണ്ടും നമ്മൾ കൊണ്ടുപോയി. സാധാരണ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ദൂരെ എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ പോകുമ്പം ഇഡലിയും ചമ്മന്തി കറിയാണ് പതിവ്. കാര്യം നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ചായക്കട അങ്ങനത്തെ ഉള്ളത് ഇല്ലെങ്കിൽ വിശന്ന് കുട്ടികളും വലയരുത് നമ്മളും വലയരുത് എന്നുള്ള സദുദ്ദേശത്തോടു കൂടിയാണ് ഇത് കൊണ്ടുപോകുന്നത് കേട്ടോ. അതെന്തായാലും നന്നായെന്ന് തോന്നി. കാര്യം എന്ന് വെച്ചാൽ തൊഴുതിറങ്ങി കുറച്ച് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാര്യം രാവിലെ എന്നിട്ടില്ല, നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇത് കൊണ്ടുപോയത് നന്നായെന്ന് അപ്പം എനിക്ക് മനസ്സിലായി. പിന്നീടെന്ന് വെച്ചാൽ എന്തോ അങ്ങനെയൊന്നും ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു കഴിച്ചപ്പം. സംഗീതം പറഞ്ഞു ഒന്നും ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. വയറ് ജസ്റ്റ് നിറഞ്ഞേ ഉള്ളൂ. ടേസ്റ്റ് കഴിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയ അപ്പവും കടലക്കറിയും വളരെ മോശമായിരുന്നു. ഇതെന്താ അങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പത്തിന് ഉപ്പും ഇല്ലായിരുന്നു എന്ന് പറയുന്നത്. അമ്മ ആ ഉപ്പൊക്കെ ഇട്ട് എന്റെ തന്നിട്ട് നീ ഉപ്പൊന്നും ഇടല്ലോ എന്ന് പറഞ്ഞു തന്നെ. ദിയയ്ക്ക് അങ്ങനെ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സൈഡിൽ കിടക്കുന്ന ഡ്രസ്സാണ് ഇടാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ അത് ഇട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് ഡ്രസ്സ് ധരിക്കുന്നു. അപ്പൊ ഞാൻ മാത്രമായിട്ട് ഇത്രയും വലിയ ഇത് ഡ്രസ്സ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോയത്. നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനെ ഉത്രാടമൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് വളരെ റയറായിട്ടാണ്. ഒന്നാമത്തെ കാര്യം ഈ അനിയനെ പട്ടി അടിച്ചു, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഇരിക്കുകയാണ് ഒരാഴ്ച കൊണ്ട്. അപ്പൊ എങ്ങോട്ടും അനിയനും പോകാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇനി ഒരു പ്ലാൻ ഇട്ടത്. നമുക്ക് ഇങ്ങനെ പുറത്തു പോകാം, വേറെ അങ്ങോട്ടും പ്രത്യേകിച്ച് പോകാനും ഇല്ലല്ലോ. ഫ്രണ്ട്സുമായിട്ടൊന്നും ചില്ല് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. പിന്നെ ഇവിടെ പോകുമ്പോൾ മലക്കറിയൊക്കെ മേടിക്കാൻ പറ്റും. ഇവിടെ ഷോപ്പുകൾ, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഒരുപാടുണ്ട്. നമുക്ക് തിരുവോണത്തിനുള്ള എല്ലാം പർച്ചേസ് ചെയ്ത് നമുക്ക് വരാന്നുള്ള ഒരു ഐഡിയയിലാണ് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. കാര്യം അടുത്ത ഷോപ്പുകൾ ഒരുവിധപ്പെട്ടത് എല്ലാം അടവായിരുന്നു. പൂരാടത്തിന് ഓപ്പൺ ചെയ്തോളൂ, ഉത്രാടത്തിന് അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറയുന്നു. അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ അമ്പലത്തിൽ രണ്ടാമത്തെ വട്ടമാണ് ഞാനൊക്കെ പോകുന്നത്. ആദ്യത്തെ വട്ടം ചിലപ്പോൾ കാല് കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. ദൈവത്തിനെ കണ്ട് തൊഴാൻ പോലും എന്താണ് പ്രതിഷ്ഠയെന്ന് പോലും നമുക്ക് ചൊവ്വയൊന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അന്നെന്ന് വെച്ചാൽ. അത്രയ്ക്ക് തിരക്കെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്ക്. പിന്നിങ്ങനെ ഓരോരുത്തർക്ക് കയറി ഇറങ്ങി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ വട്ടം നന്നായിട്ട് തൊഴുതു എന്ന് വെച്ചാൽ പ്രതിഷ്ഠയൊക്കെ കണ്ടു തൊഴുതു. ഒട്ടും ആളില്ലായിരുന്നു. ഉത്രാടം ആയത് കാരണമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒട്ടും ആളില്ലായിരുന്നു. അച്ഛനെയൊക്കെ കഴിപ്പിച്ചു, അതൊക്കെ വേടിച്ചിട്ടൊക്കെയാണ് വന്നത്. കഴിഞ്ഞ വട്ടം പോയപ്പോൾ അച്ഛനെ കേൾപ്പിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അച്ഛനെ കളക്ട് ചെയ്യാൻ പോലും നമുക്ക് നിൽക്കാൻ പോലും പറ്റിയില്ല. അത്രയ്ക്ക് സമയക്കുറവല്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. കാര്യം അവിടെ ക്യൂ നിന്ന് അച്ഛനെ കഴിച്ചുകൊണ്ട് വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ തിരിച്ചു പോരുന്നു. ഈ വട്ടം അച്ഛനൊക്കെ എഴുതിച്ചാലും സാവധാനം മേടിച്ചു പതിയെ വന്നതാണ്. ഇങ്ങനെ ഒരു അട്ടയെ കണ്ടു. ഞാൻ അങ്ങനെ അതിന്റെ ഒരു വീഡിയോ എടുത്തു. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു അട്ടയെ കാണുന്നുണ്ട്. അപ്പൊ അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തു. ഭാഗവതം കെട്ടിക്കുന്നത് സംഗീതയാണ്. സംഗീത എവിടെ പോയാലും ഭാഗവതം കെട്ടിക്കും. സംഗീതയ്ക്ക് കേൾക്കേണ്ടത് ഒരേ ഒരു ന്യൂസായിരുന്നു. ഇത്രയും വർഷം ഭാഗവതം കെട്ടിച്ചതിൽ ആ ന്യൂസ് ഈ ഒരു അമ്മൂമ്മയുടെ വായിൽ നിന്ന് നമ്മൾ കേട്ട് നമുക്ക് എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു കാര്യത്തിനാണ് ഇപ്പൊ പ്രയോറിറ്റി കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. ആദ്യം എന്റെ വീട് വെപ്പിനായിരുന്നെങ്കിൽ ഇപ്പൊ പ്രയോറിറ്റി ഈ ഒരു കാര്യത്തിനാണ്. അപ്പൊ കാത്തുവിന് വേണ്ടുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു പാമ്പായിരുന്നു. കാത്തുവിന്റെ അമ്മയും കൂടെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പൊ കാത്തു വിചാരിച്ചു ട്രിപ്പ് കുറച്ച് ഫണ്ണും ചില്ലും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് ആ പാമ്പിനെ എടുത്ത് എല്ലാവരെയും കൊണ്ട് പേടിപ്പിച്ചത് നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കാത്തു ആ ഒരു പാമ്പിനെ മേടിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ പാമ്പിനെ മേടിപ്പ് നടന്നില്ല. പിന്നീട് കുപ്പിവള, അതായിരുന്നു അടുത്തത്. കാര്യം ജിയാക്ക് കുപ്പിവള ഇവിടെ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ മേടിച്ചു. അളവിനുള്ളത് കിട്ടും, അത്യാവശ്യം അളവിനുള്ളത് കിട്ടും. ഒരുപാട് വലുത് കിട്ടത്തില്ല, വലുത് കിട്ടത്തില്ല, ഒരുപാട് അങ്ങ് ഇതായിട്ട് കിട്ടത്തില്ല. ജിയയ്ക്ക് അവിടെ ചെന്നാലും കുപ്പിവള അളവിന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഞ്ഞു കൈയാണ്, എന്നാലും ജിയയ്ക്ക് ആഗ്രഹമാണ്.
അവിടെ നിന്ന് എന്തായാലും 3 ടൈപ്പ് കുപ്പിവള മേടിച്ചു. 3 ടൈപ്പ് അല്ല, 3 കളർ മേടിച്ചു. അതിൽ ഒരെണ്ണം തന്നെ വേറെ ഒരു ഡിസൈനൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. എനിക്ക് കുപ്പിവള കാര്യങ്ങളൊക്കെ കാണാനും ഓരോരുത്തർ ഇടുന്നത് കാണാനും ഒക്കെ ഇഷ്ടമാണ്. എനിക്ക് മേടിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ കയ്യിൽ എനിക്ക് എന്തോ എനിക്കൊന്നും ചേരാത്ത കണക്കാ ഫീൽ ചെയ്യുന്നത്. മെലിഞ്ഞ കൈ ആയതുകൊണ്ടാണോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. പലപ്പോഴും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു സ്വാഭാവികമായിട്ടും ഞാനൊരു ഗണപതി ഭക്ത ആയത് കാരണം അവിടെ ഒരുപാട് ഗണപതിയുടെ വെറൈറ്റി സ്റ്റാറ്റ്യൂസ് ഉണ്ടായത് കാരണം ഞങ്ങൾ അതെല്ലാം നോക്കി, ഞാൻ സംഗീതയും കൂടെ അതെല്ലാം നോക്കി കേട്ടോ. നമുക്കത് നോക്കുമ്പോൾ ഒരു പ്രത്യേക നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്നു, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കുട്ടികൾ നോക്കുന്നു. അപ്പോൾ ആ ഒരു 3 സെറ്റ് കുപ്പിയോളം എടുത്തു. അതിനുശേഷം വീണ്ടും വന്ന് നമ്മൾ ഗണപതിയൊക്കെ നോക്കി. അപ്പൊ അനിയൻ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, വീടിനകത്ത് വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അനിയൻ എന്തായാലും പരീക്ഷിച്ച് നോക്കൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞു. അനിയൻ ആ ഒരു ഫോട്ടോ വെച്ചു. 200 സംതിങ് അങ്ങനെ എന്തോ റേറ്റ് ആണ് ആ ഒരു ഫോട്ടോയ്ക്ക്. പിന്നെ അത്യാവശ്യം ഈ സ്റ്റാച്യൂവിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അത് കാരണം നമ്മൾ പതുക്കെ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി വീഡിയോ പിടിച്ച് റേറ്റ് കാണുമ്പോൾ നമ്മൾ പതുക്കെ അങ്ങ് താത്തി വെക്കും. അതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് നേരെ വന്ന് ആഹാരം കഴിച്ചു. ടേസ്റ്റ് ഒന്നും നമ്മൾ നോക്കിയില്ല, പക്ഷെ ടേസ്റ്റിന് കുറച്ചും കൂടെ ടേസ്റ്റ് ആവായിരുന്നു എന്ന് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന കഴിഞ്ഞാൽ അമ്മ വന്നത് മാമ്പുഴയിൽ ഉത്രാട സദ്യ ഉണ്ട്. അമ്മ ഒരു വട്ടം പോയി കഴിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഉത്രാടത്തിന് നീ കാപ്പിയും വെച്ചെന്നാണ് ഇറങ്ങിയത്. അങ്ങനെ നേരെ നമ്മൾ സദ്യപ്പുരയിലേക്ക് ചെന്നു. അവിടെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. നല്ല സദ്യയായിരുന്നു. അങ്ങനെ ആദ്യം ആയുഷും അനിയനും വരുന്നില്ല, അവർക്ക് സദ്യ ഒന്നും വേണ്ട, അവർ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അന്ന് നബിദിനത്തിന്റെ ബിരിയാണി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു. സദ്യയൊക്കെ നല്ല സദ്യയാണ്. അപ്പൊ സംഗീതയ്ക്ക് ഒരു വർക്കുണ്ടായിരുന്നു. നമ്മൾ 6 മണിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ 10:30ക്കാണ് എത്തിയത്. നമ്മളെ റിലേറ്റീവിന്റെ വീട്ടിൽ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം കംഫർട്ട് സോണാണ്. അല്ലാതെ പുറത്ത് അങ്ങനെ പോയി വർക്ക് ചെയ്ത് വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കാറില്ല. ഇത് പിന്നെ നമ്മളെ മാമി ആയത് കാരണം നമുക്ക് പോയി ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അങ്ങനെ അവിടെ ചെന്ന് വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വരാൻ 10:30ആയി. നമുക്കിപ്പോൾ രാത്രി തന്നെ പൂക്കളൊക്കെ ഇട്ട് വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മൾ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളെന്ന് പറയാൻ ഞാൻ ടയേർഡ് ആയിട്ടില്ലായിരുന്നു, അവള് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. കാര്യം ഫേഷ്യലും ഹെന്നയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ വന്നപ്പോൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പടക്കം ഇവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാം പൊട്ടിച്ച് നമ്മൾ നന്നായിട്ട് ഹാപ്പി ആയിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഉത്രാട വിളക്കൊക്കെ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ.